IPSC ട്രിക്സ് മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് മാസത്തിലെ പത്രങ്ങളിലുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും പ്രധാനപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സും ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദിയാകുന്നത് ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നെടുമ്പാശ്ശേരിയാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നെടുമ്പാശ്ശേരി. ഇലോൺ മസ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം അറിയപ്പെടുന്നത് സ്റ്റാർലിങ്ക് എന്നാണ്. ഇലോൺ മസ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം സ്റ്റാർലിങ്ക്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാ വർമ്മ. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130-130 സ്ഥാനത്താണ് ഇന്ത്യ ഇരിക്കുന്നത്. 2025 ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇംഗ്ലണ്ട് ആണ്. സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ്. സംസ്ഥാനത്ത് ആദ്യ സൂ സഫാരി പാർക്ക്. കേരള സംസ്ഥാനത്ത് ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നിയാണ്. കോന്നിയിലാണ് ആദ്യത്തെ തുളസി വനം. കൊച്ചി സിറ്റി പോലീസിൻ്റെ സ്ത്രീ സ്വയം പ്രതിരോധ പദ്ധതിയാണ് ജ്വാല 3.0. ജ്വാല 3.0 GI ടാഗ് ലഭിച്ച ആദ്യ വനം ഉൽപ്പന്നം എന്ന പദവിക്ക് അർഹത നേടിയ മരം നിലമ്പൂർ തേക്ക്. പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ മേഘമല വെള്ളിവരിയൻ ഏത് ജീവിയാണ്? ചിത്രശലഭം. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് നടന്നത് ഇന്ത്യയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ കേരളത്തിലെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്നാണ് പദ്ധതിയുടെ പേര്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഠനമിത്രം. 2028 ഒളിമ്പിക്സിൻ്റെ വേദിയാകുന്നത് ലോസ് ആഞ്ചലസ്. കേരളത്തിൽ വാർഡ് വിഭജനത്തിന് ഉപയോഗിക്കുന്ന ആപ്പ് ക്യൂ ഫീൽഡാണ്. ക്യൂ ഫീൽഡ്. 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് ബാനു മുഷ്താഖ്. ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിനാണ് പ്രൊജക്റ്റ് 1000. അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള കേരള സർക്കാർ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് വനദീപ്തി. രാജ്യത്തെ വന്യജീവികളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. തുടർച്ചയായി 8 തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. RBI പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ഡിജിറ്റൽ റുപ്പി അഥവാ റുപ്പി എന്നാണ്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏഷ്യൻ കഴുകന്മാർക്ക് വേണ്ടിയുള്ള സംരക്ഷണ കേന്ദ്രം ഉത്തർപ്രദേശ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറുന്നത് അസമാണ്. റമാൻ ഫെസ്റ്റിവൽ അരങ്ങേറുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റാണ് റൂമി 1. 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കോൺഫറൻസിൻ്റെ വേദിയാകുന്നത് ഇന്ത്യയാണ്. 46ാമത് വേദിയാണ് ഇന്ത്യ. യുനിസെഫ് ഇന്ത്യ നാഷണൽ അംബാസഡറെ നിയമിക്കപ്പെട്ട ബോളിവുഡ് നടി കരീന കപൂർ. ഇന്ത്യൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് അനാമിക ബി രാജീവ്. 2025 വർഷം ഗഗൻയാൻ വർഷം ആയി പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ISRO ആണ്. ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ അറിയപ്പെടുന്നത് ഹിൽകോൾ എന്നാണ്. കാർലോസ് അൽക്കാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്.
ആളോഹരി വരുമാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ആളോഹരി വരുമാനത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 141.